സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഗിരിയാണെങ്കിൽ രജനിയോട് സത്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ സമയത്ത് രജനിക്കാണെങ്കിൽ ഈ നന്ദനെക്കുറിച്ച് കേട്ട സത്യങ്ങളൊന്നും അങ്ങനെ വിശ്വസിക്കാനേ പറ്റണില്ല. രജനി ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നുണ്ട്. അന്നേരം ഗിരി പറയുന്നുണ്ട്, നീ ഒന്ന് സമാധാനപ്പെടുക, എന്തായാലും നിന്നോട് പറയണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞു പോയതാ, എന്നായാലും നീ കാര്യങ്ങൾ അറിയണ്ടേ, അപ്പം മുന്നേ അറിയുവാണെങ്കിൽ നിനക്കൊരു മുൻകരുതലുമായിട്ട് നിൽക്കാമല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയാണ്. ശാരികയാണെങ്കിൽ ഇങ്ങനെ റൂമിന് വെളിയിൽ ഇരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ അങ്ങോട്ട് വരുന്നുണ്ട്. സിദ്ധാർത്ഥൻ വന്നത് മോളെന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് അമ്മയുണ്ട്, അതാ ഞാനിവിടെ ഇരുന്ന്, എനിക്ക് സിദ്ധാർത്ഥൻ അങ്കിളിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പം എന്താ മോൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാമല്ലോ, എനിക്കൊരു 2 മിനിറ്റ് നേരം സംസാരിച്ചാൽ മതി അങ്കിളേന്ന് പറയുമ്പം 2 മിനിറ്റ് ആക്കണേതിനാ മോളൊരു 10 മിനിറ്റ് സംസാരിച്ചോ എന്ന് പറയണ നേരം ശാരിക പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ട ചെറുപ്പത്തിലേ വളർന്നത്, ഞാനും അതെ, അന്നൊക്കെ സാമ്പത്തികമില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ദേഷ്യം കാണിക്കുന്ന സമയത്തൊക്കെ ചേച്ചി എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല നല്ലൊരു ജീവിതം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നീട് ചേച്ചിയും ഞാനും നല്ലോണം പഠിച്ചു. ആ സമയത്താണ് നന്ദേട്ടനുമായിട്ട് ചേച്ചി പ്രണയത്തിലായത്. അന്നേരം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ചേച്ചി ഒരു MLAയുടെ മകനെയാണല്ലോ പ്രേമിക്കുന്നത്, അതുകൊണ്ട് ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ചേച്ചി എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ പോയിന്ന് സിദ്ധാർത്ഥനങ്ങളിന് അറിയില്ലേ. പ്രഭ ആൻറ്റി ഏതൊക്കെ രീതിയിൽ ചേച്ചിയെ ഉപദ്രവിച്ചു. സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ മറ്റൊരാളുടെ ഭാര്യയായിട്ടല്ലേ ചേച്ചി ആദ്യം ജീവിച്ചത്. പിന്നീട് മീരയുടെ മരണം സംഭവിച്ചപ്പോഴും ചേച്ചി തന്നെയാണ് കുറ്റക്കാരിയായത്. അതുകൊണ്ട് ഇനി നന്ദേട്ടൻ്റെ കാര്യത്തിൽ ചേച്ചിയെ വലിച്ചിടരുത്, അത് ചന്ദ്രോത്ത് തന്നെ നിൽക്കണം, ചന്ദ്രോത്തുള്ളവർ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളണം, എൻ്റെ ചേച്ചീനെ കഷ്ടപ്പെടുത്തരുതെന്ന് പറയുമ്പോൾ ഈ സിദ്ധാർത്ഥനാണെങ്കിൽ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശാരിക പറയുന്നുണ്ട്, ഞാൻ പറയണത് തെറ്റാണെങ്കിൽ അങ്കിൾ എന്നോട് പൊറുക്കണം, എനിക്ക് എൻ്റെ ചേച്ചിയെ രക്ഷിച്ചെടുത്തേ പറ്റൂ, ചേച്ചി ഒരു കാര്യത്തിലും പ്രതികരിക്കില്ലാത്തതുകൊണ്ടാണ് ചേച്ചിക്ക് ഇപ്പോൾ ഈ അവസ്ഥ വന്നേ, എന്തായാലും എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചു, ഇനി ഒരു കാര്യത്തിനും ചേച്ചിയെ വിട്ടുതരാൻ ഞാൻ തയ്യാറല്ല, ഇനി നന്ദേട്ടൻ്റെ കൊലപാതക കുറ്റവും കൂടി ചേച്ചിയുടെ തലയിലേക്ക് വരാൻ ഞാൻ സമ്മതിക്കൂലെന്ന്. ആ സമയത്ത് ഇത് കേട്ടുകൊണ്ട് നമ്മളുടെ ദേവിക വരുന്നുണ്ട്. ദേവിക വന്നിട്ട് എന്താ ശാരി, നീ എന്താ അച്ഛനോട് പറയണേന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഒന്നുമില്ല മോളെ, ശാരിക കുറച്ച് കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞതാ, എന്നാലും അച്ഛനോട് എന്തിനാ പറയണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് പറയേണ്ട കാര്യങ്ങൾ അങ്കിളിനോടല്ലേ പറയാൻ പറ്റുള്ളൂ, എൻ്റെ ചേച്ചിയെ ഈ കെണിയിൽ നിന്നും രക്ഷിച്ചെടുക്കണം, ഇനി ആ കുറ്റവും കൂടിയും ചേച്ചി സഹിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും എൻ്റെ ചേച്ചിയുടെ രക്ഷ എനിക്ക് ആവശ്യമുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഒരു കുടുംബമാകുമ്പോൾ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും, ഭാര്യയും ഭർത്താവുമായിട്ട് വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കുടുംബജീവിതം റെഡിയായി വരുന്നത്. അതുമാത്രമല്ല ദേവികയെ ഞാൻ ഈ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടിക്കില്ല, ഇപ്പോൾ തന്നെ ഞാൻ ഹരിയേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം ഒരു ജഡ്ജാണ്, ഉചിതമായ മറുപടി അദ്ദേഹം തരും, എന്തായാലും ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥൻ പോകുന്നുണ്ട്. ഈ സമയത്ത് ദേവികയാണെങ്കിൽ വിഷമത്തോടുകൂടി സിദ്ധാർത്ഥൻ പോണത് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാധവനെ രാധികേനെയാണ്. രാധികയാണെങ്കിൽ മാധവനോട് പറയുന്നുണ്ട്, മാധവേട്ടനൊന്നും കഴിച്ചില്ലല്ലോ, ഭക്ഷണം കഴിക്കുമെന്ന് പറയുമ്പോൾ നേഴ്സ് മരുന്നൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നേഴ്സ് ചോദിക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കാൻ കൂട്ടാക്കണില്ല എന്ന് പറയുമ്പം ഈ നേഴ്സ് പറയുന്നുണ്ട്, എന്തായാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കേണ്ട ഗുളിക ഇത് കൊടുത്തേരെ, ഇപ്പം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പം മാധവനാണെങ്കിൽ ആകെ തകർന്ന മാതിരി, എനിക്കെന്ത് കുഴപ്പം, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ നേഴ്സ് പോയി കഴിഞ്ഞതും ഈ രാധിക പറയുന്നുണ്ട്, മാധവേട്ടൻ എന്തിനാ ഇങ്ങനെ നിരാശപ്പെടണേന്ന് ചോദിക്കുമ്പോൾ മോളുടെ കാര്യം ഓർത്തിട്ട് എനിക്കൊരു സമാധാനമില്ല, എന്തായാലും ഇവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് വേണം എനിക്ക് ചന്ദ്രോത്ത് ചെന്ന് നന്ദനെ ഒന്ന് കാണാൻ. അന്നേരം രാധിക ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ഇനിയും അടി മേടിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാധിക, നന്ദൻ ഇത് മനഃപൂർവ്വം തല്ലിയതൊന്നുമല്ല, അറിയാതെ കയ്യബദ്ധം പറ്റിയതാ, എന്തായാലും ദേവിമോളും നന്ദനും സന്തോഷമായിട്ട് ജീവിക്കണേ എനിക്ക് കാണണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ചന്ദ്രോത്തേക്ക് പോകുന്നുണ്ടെന്ന്. ഈ സമയത്ത് രാധികയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരീഷിനെയാണ്. ഗിരീഷിനാണെങ്കിൽ വന്നതും ശാരികനെ കണ്ടപ്പോൾ ശാരിക ചോദിക്കുന്നുണ്ട്, എന്തായി ഗിരീഷേട്ട കാര്യങ്ങളൊക്കെ, ഗിരീഷേട്ടനോടൊരു കാര്യം പറയാനിരിക്കുമായിരുന്നു, ചേച്ചിയെ ഇതിലൊന്നും ഉൾപ്പെടുത്തരുതട്ടോ എന്ന് പറയുമ്പോൾ അതെന്താ ശാരി നീ അങ്ങനെ പറയണ, അല്ല ചേച്ചി ഇപ്പോൾ MLA ആണല്ലോ, ഇനി ഇതിൻ്റെ ഉത്തരവാദിത്വം കൂടി ചേച്ചി ഏറ്റെടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട്, എന്തായാലും കാര്യങ്ങൾ കൈവിട്ടുപോയി, ഇനി ഇത് നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കണം, പുറത്ത് വേറെ ആരും അറിയരുത്, രജനിയോട് ഞാൻ ആദ്യം പറയാതിരുന്നതാ,
പിന്നീട് തോന്നി രജനിയും അറിഞ്ഞിരിക്കണമെന്ന്. അങ്ങനെ ഞാൻ രജനിയോട് സത്യങ്ങളൊക്കെ പറഞ്ഞു. അന്നേരം ദേവിക പറയുന്നുണ്ട്, രജനി ചേച്ചി ഇതെല്ലാം അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ രജനി ചേച്ചി വീണ്ടും വീണ്ടും എന്നെ ഇതും പറഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കുമെന്ന്. പിന്നീട് ശാരിക ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യാനാണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ, ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ദേവികേനെ തന്നെയാണ്. ദേവിക ഒരു MLA ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്രൈം നടന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത് പോലീസിൽ അറിയിക്കേണ്ടതായിരുന്നു. ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് വൈകി. ഇതറിഞ്ഞിട്ടും നമുക്ക് പോലീസിൽ അറിയിക്കാൻ പറ്റിയില്ല. എന്തായാലും സിദ്ധാർത്ഥനങ്കിള് ഹരിയങ്കളെ വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, ഹരിയങ്ങളുടെ ഇത് ചോദിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് വേണം നന്ദിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ. പിന്നെ ഈ വിവരം നിലവിൽ പുറത്ത് ആരും അറിയരുത്. ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും. അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ദേവികേനെയാന്ന് പറയുമ്പോൾ ഈ ശാരിക ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ചേച്ചിയെ ബാധിക്കണം, അതിന് ചേച്ചി എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, തെറ്റ് ചെയ്തിട്ടല്ലോ ദേവിക നന്ദൻ്റെ ഭർത്താവല്ലേ, ഒരു MLA എന്നുള്ള ലെവലിൽ ദേവിക ഈ കാര്യം അറിഞ്ഞപ്പോൾ അപ്പം തന്നെ പോലീസിൽ അറിയിക്കേണ്ടതായിരുന്നു. എന്തായാലും ഇനി നമുക്ക് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ മുന്നോട്ട് പോകേണ്ട വരുമെന്ന്. ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട്, മുരളിയൊന്നും കാര്യങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം, ഇല്ല ഗിരീഷേട്ടാ, മുരളിയേട്ടനോടൊന്നും ഞാൻ കാര്യങ്ങൾ പറഞ്ഞില്ല. ഇനിയിപ്പോൾ ഭാർഗവി ആൻറ്റിയെ പറഞ്ഞാൽ അത് നാട് നീളം പറഞ്ഞുകൊണ്ട് എടുക്കും, അത് പിന്നെ വലിയ പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ മുരളി അങ്ങോട്ട് വരുന്നുണ്ട്. മുരളിയെ കണ്ടതും ദേവിക ഗിരീഷിനോട് പറയുന്നുണ്ട്, മുരളിയേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവരവരുടെ സംസാരം നിർത്തുമ്പോൾ മുരളി ചോദിക്കുന്നുണ്ട്, എന്താ എന്നെ കണ്ടപ്പോൾ നിങ്ങൾ സംസാരം നിർത്തി, എന്തോ സീരിയസ് കാര്യമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, മുരളിയേട്ടൻ ഈ ഫുഡൊന്നും കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ, അതെന്താ ഞാൻ ഫുഡ് കൊണ്ടുവന്നതിന് കുഴപ്പം, ഇത് ഭാർഗവി മേഡത്തിൻ്റെ ഉത്തരവാണ്. ഇനി ഇവിടുന്ന് മാധവേട്ടൻ പോണത് വരെ ഫുഡ് വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടാവില്ല. എന്തായാലും ഞാൻ ഈ ഫുഡ് കൊടുത്തിട്ട് വരട്ടെ എന്നും പറഞ്ഞ് മുരളി അങ്ങോട്ട് പോണ സമയത്ത് ഈ ദേവികയാണ് ഈ പറയുന്നുണ്ട്, ഡോക്ടർ എന്നെ അന്വേഷിച്ചായിരുന്നു, ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് ദേവിക ഡോക്ടറെ കാണാനും പോകുന്നുണ്ട്. മുരളിയും ഗിരീഷിനും ഈ മാധവേട്ടനെ കാണാനും പോകുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, നാളെ തന്നെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാം, വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പം ദേവികയ്ക്ക് അത് കേട്ടിട്ട് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബെല്ലയും കെവിനും കൂടെയും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇസബെല്ലയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഇപ്പം നന്ദൻ ദേവികയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ ദേവികയ്ക്ക് നന്ദനോടൊരു ഇഷ്ടം തോന്നി. ദേവിക നന്ദൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിലോ എന്നുള്ള ആ ഒരു പേടി കൊണ്ടാണ് ഇസബെല്ല ഇങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ കെവിൻ പറയുന്നുണ്ട്, ഇല്ല ബെല്ല, അവർ തമ്മിലുള്ള അകലെ ഇനി കൂടെ ഉള്ളൂ. ഇപ്പം നന്ദനാണെങ്കിൽ ഒരു കൊലപാതകയായില്ലേ, ദേവികയാണെങ്കിൽ MLA ആണ്, അതുകൊണ്ട് ദേവികയുടെ പേരിനും പ്രശസ്തിക്കും ദോഷം ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇനി നന്ദനുമായിട്ട് ഒരു ബന്ധവും ദേവിക വയ്ക്കില്ല എന്ന് പറയുമ്പം, അങ്ങനെയാണെങ്കിൽ അവൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ രണ്ടെണ്ണത്തിനെയും ഞാൻ തീർത്ത് കളയുമെന്ന് പറയണു. പിന്നീട് കെവിൻ പറയുന്നുണ്ട്, എന്തായാലും നമുക്കവൻ വാക്ക് തന്നല്ലോ, നമ്മളുടെ പേര് ഒരു സ്ഥലത്തും പറയില്ല എന്ന്, അത് തന്നെ സമാധാനമായി എന്ന് പറയുമ്പം, അതല്ലടാ പ്രശ്നം, ദേവികയും നന്ദനും ഇനിയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എന്തായാലും ഇപ്പം അവൻ നമ്മളോട് ചോദിക്കാതെ ദേവികയോട് സത്യങ്ങളൊക്കെ പറഞ്ഞതിന് ഒരടി അവനക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഈ ഇസബെല്ലയെ കെവിനും അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതി ആണെങ്കിൽ ചന്ദ്രോത്ത് വന്നേക്കാണ്. വണ്ടിയുടെ സൗണ്ട് കേട്ടതും പ്രഭാവതി ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ചന്ദ്രമതിനാണ്. അപ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ചന്ദ്രമതിയാണോ ഞാൻ വിചാരിച്ചു എന്ന് പറയുമ്പം, നീ ആരാന്ന് വിചാരിച്ച പ്രഭയെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇസബെല്ല ഇപ്പോൾ ഇവിടുന്ന് പോയിട്ട് അധികം സമയമൊന്നും ആയില്ല, ഇനി ഇസബെല്ല ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നു പോയിട്ട് തിരിച്ചു വന്നതാണോ എന്നാണ് ഞാൻ വിചാരിച്ചു എന്ന് പറയുമ്പം, ആ ഇസബെല്ല ഇവിടെയും വന്നോ, എന്നിട്ട് നീ അവളെ ഇവിടെ വീട്ടിൽ കയറ്റുമെന്ന് ചോദിക്കുമ്പോൾ, അത് നന്ദൻ്റെ ഫ്രണ്ടല്ലേ, അവളിവിടെ കയറ്റില്ല എന്ന് പറയാൻ എനിക്ക് പറ്റുമെന്ന് ചോദിക്കുമ്പം ഈ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്ത് ഫ്രണ്ടൊക്കെ റൂം എടുത്ത് താമസിക്കുകയാണോ ചെയ്യണേ, ഞാനത് നേരിട്ട് കണ്ടതല്ലേ, അത് മാത്രമല്ല ദേവികയും അവളെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഹോട്ടലിൽ വെച്ച്, അവൾ ശരിക്കും ഫ്രണ്ടല്ല, ഫ്രോഡാ, നന്ദൻ്റെ ജീവിതം ഈ മാതിരി ആവാൻ കാരണക്കാരി തന്നെ അവളാന്ന് പറയുമ്പോൾ ഈ ഭാർഗവി പറയുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് ചന്ദ്രമതി, എന്തായാലും നന്ദനൊരു ആപത്ത് വന്നപ്പം സഹായിച്ചത് ഇസബെല്ലയും കെവിനോ. അന്നേരം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അതെന്താ ഇപ്പോൾ അന്ന് ഋഷിയുടെ കൊലപാതക കേസിൽ നന്ദൻ്റെ ഒപ്പം നിന്നത് ഈ ഇസബെല്ലയും കെവിനും ആയതുകൊണ്ടാണോ നീ അങ്ങനെ പറയണത്, അന്ന് അവർ ചെയ്തത് ശുദ്ധ മണ്ടത്തര, അവർ ശരിക്കും അത് നിങ്ങളോട് വന്ന് പറയുമായിരുന്നു ചെയ്യേണ്ടത്, എന്നിട്ട് നിങ്ങളുടെ അനുവാദവും കൂടി ചോദിച്ചിട്ടായിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്, ഇതിപ്പോൾ അവരുടെ ഇഷ്ടത്തിന് എല്ലാം ചെയ്തതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നമായത്, ഇനി ഒരിക്കൽ പോലും ആ ഇസബെല്ലേനെ നീ വീട്ടിലേക്ക് കയറ്റരുതെന്ന് പറയുമ്പോൾ ഇസബെല്ല ഇങ്ങോട്ട് വന്നാൽ എനിക്ക് കയറരുതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാനിവിടെ ഇല്ലാതെ പോയി, ഇല്ലെങ്കിൽ ഞാൻ അവളെ ഇവിടുന്ന് അടിച്ചിറക്കിയേനെ. അന്നേരം പ്രഭാവതി ആണെങ്കിൽ ഇസബെല്ലയെ തള്ളാനും കൊള്ളാനും പറ്റാത്ത ഒരു അവസ്ഥയെ തന്നെയാണ് നിൽക്കുന്നത്. എന്നിട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്,
നന്ദൻ്റെ കാര്യത്തിൽ ഇനി എന്താ തീരുമാനിച്ചേക്കണേന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല ചന്ദ്രമതി. ഞാനാണെങ്കിൽ ഇവിടെ ആകെ ഉരുകിയ ജീവിക്കണം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. നിന്നെ കണ്ടപ്പോഴേ എനിക്കൊരു ആശ്വാസമായെന്ന്. അതിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ദേവിക അങ്ങോട്ട് വരുന്നുണ്ട്. ദേവികയെ കണ്ടതും ചന്ദ്രമതി പറയുന്നുണ്ട്, മോളെ ഞാനൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. മോളെന്തായാലും ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് നന്നായി. അച്ഛനക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അച്ഛന് കുഴപ്പമൊന്നുമില്ല ആൻറ്റി, നാളെ ഡിസ്ചാർജ് ആവും. അത് ഞാനിവിടെ അച്ഛനോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അച്ഛൻ എന്തേ അമ്മയെന്ന് ചോദിക്കുമ്പോൾ സിദ്ധു ഇവിടെ ഇല്ല മോളെ, സിദ്ധു പുറത്തേക്ക് പോയി. അതിനുശേഷം പ്രഭാവതി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു മഞ്ഞ് വീണ പ്രതീതിയായി. നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ, ഇനിയിപ്പോൾ എന്താ പ്ലാൻ എന്ന് ചോദിക്കുമ്പം ഈ പ്രഭാവതിയാണെങ്കിൽ ദേവികയോട് പറയുന്നുണ്ട്, മോളെ നന്ദനെ കൈവിട്ട് കളയരുത്, എങ്ങനെയെങ്കിലും നന്ദനെ രക്ഷിച്ചെടുക്കണം, അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അത് കേട്ടതും ദേവിക പ്രഭാവതിയോട് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകളിൽ നന്ദൻ്റെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ ഋഷി കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള സത്യം ദേവികയും ചന്ദ്രമതി എല്ലാവരും മനസ്സിലാക്കുന്ന എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. അതുമാത്രമല്ല ഈ കെവിനും ഇസബെല്ലയും ചേർന്ന് നന്ദനെ ചതിക്കുക എന്നുള്ള സത്യം എല്ലാവർക്കും വെളിപ്പെടുന്ന എപ്പിസോഡുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.